ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലാണ് റാഗി സേമിയ. ഇത് ഉണ്ടാക്കാൻ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. വറുത്ത സേമിയ, റാഗി സേമിയ, ഗോതമ്പ് സേമിയ, കമ്പ് സേമിയ, വെജ് നൂഡിൽസ്, ഇതൊക്കെയാണ് സേമിയയിലെ വിവിധതരം ഐറ്റംസ്. പിന്നെ ഉണ്ടാക്കേണ്ട രീതിയിലൊക്കെ തമിഴിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയിട്ടുണ്ടാക്കാം. നമുക്ക് അത്യാവശ്യം തമിഴൊക്കെ വായിക്കാൻ എഴുതാൻ അറിയാം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ ഈ സേമിയ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അത് ഒരുപാട് നേരമൊന്നും എടുക്കില്ല, കുറച്ച് നേരം വെച്ചാൽ മതി. അങ്ങനെ നമ്മൾ പാകത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് പച്ചമുളകും ഉള്ളിയൊക്കെ ഇവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വേറെ ഐറ്റംസ് ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഇതിങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ആവി കയറ്റണം കേട്ടോ. അപ്പോൾ ആവി കയറ്റാനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രമില്ലേ, അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവി വന്നതിന് ശേഷം നമ്മൾക്ക് ഇത് ഉപ്പുമാവ്, സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ രീതി തന്നെയാണ്. അപ്പോൾ നമുക്ക് ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കാം. പിന്നെ ഉഴുന്നില്ലേ, ഉഴുന്ന് പരിപ്പ്, അതേപോലെ കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് താളിക്കാം കേട്ടോ. കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇടാതിരുന്നത്. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വഴറ്റി കൊടുക്കാം. ആ സേമിയ വെന്തതുകൊണ്ട് പിന്നെ വേകേണ്ട ആ ഒരു സമയമില്ല. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൽ തേങ്ങ ആഡ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് നമ്മുടെ റാഗി സേമിയ റെഡി. അപ്പോൾ കഴിച്ചിട്ട് വരാവേ. അപ്പോൾ ഇന്നത്തെ ഇത്രയുള്ളൂ. ബൈ.